നിയമം എന്ന ഫീൽഡിൽ നമുക്ക് ശോഭിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എംപതിയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഇമോഷണൽ കൺട്രോൾ ഇല്ലാതെ, കൃത്യമായിട്ടുള്ള എംപതി ഇല്ലാതെ മറ്റൊരുത്തിൻ്റെ നീതി അതൊരു നെസസിറ്റിയാണെന്ന് മനസ്സിലാക്കാതെ വേറൊരാൾക്കൊരു അനീതി കാണുമ്പം നമുക്കത് ഒരു ബുദ്ധിമുട്ടും തോന്നാതിരിക്കുന്ന കണ്ടീഷൻ ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു വക്കീലാവാൻ പറ്റുക? ഇപ്പം ഞാൻ കോടതിയിൽ ചെല്ലുമ്പം ഒരുപാട് പുതിയ കുട്ടികളൊക്കെ ലോയേഴ്സായിട്ട് ഒരുപാട് പേർ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കുറേ ലോ കോളേജ് വന്നു. ഞാൻ LLB എൻട്രൻസ് ചെയ്ത സമയത്ത് 4 കോളേജേ ഉള്ളൂ. ഇപ്പം എൻട്രൻസ് ചെയ്ത് കിട്ടിയാലും ഒരു 500 റാങ്കിലൊക്കെ താഴെ വന്നില്ലെങ്കിൽ ഉണ്ടാവില്ല. വളരെ അപൂർവമാണ്. അല്ലെങ്കിൽ പിന്നെ റിസർവേഷനിലൊക്കെ അങ്ങനെ കയറി വളരെ, എന്നാലും കുറച്ച് കുട്ടികൾ മാത്രമേ, അത്രയും കുട്ടികൾക്ക് സീറ്റ് കിട്ടാറുള്ളൂ. അപ്പം നിയമം എന്ന് പറയുന്നൊരു മേഖല നമുക്ക് സമ്പാദിക്കാനുള്ള മേഖലയല്ല. ഇപ്പോൾ പുതിയ കുറച്ച് ലോയേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പം എന്തെങ്കിലും ഒരു കേസിനൊക്കെ അവർ എടുത്ത വായിക്ക് പറയും 30,000 രൂപ ഫീസ്, 40,000 രൂപ ഫീസ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. കാര്യം ഇവർ പഠിച്ച് വളർന്ന് സമൂഹത്തിലൊരു സ്റ്റാറ്റസിനും പൊസിഷനും ഒക്കെ വേണ്ടിയിട്ട് ലോ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആർക്കും ഒരു നല്ല വക്കീലാവാൻ പറ്റില്ല. അഡ്വക്കസി എന്ന് പറയുന്നത് നമ്മൾ കാശിന് വേണ്ടി ആഗ്രഹിച്ച് ചെയ്യേണ്ട ഒരു പ്രൊഫഷനല്ല. മെഡിസിൻ പോലെ തന്നെയാണ്. മെഡിസിൻ കാശിന് വേണ്ടി ആഗ്രഹിച്ചുണ്ടാവും, കച്ചവടമായി പോകും. നീതി കച്ചവടമായി പോയി എങ്ങനെ ഉണ്ടാവും? ആരോഗ്യം കച്ചവടമാവുന്നതിനേക്കാളും കഷ്ടമാണ് നീതി കച്ചവടമാവുന്നത്. അപ്പം അതിനോട് യഥാർത്ഥമായി ഉള്ളിലൊരു ആഗ്രഹമോ ആ പാഷനോ ഇല്ലാതെ ആ പ്രൊഫഷനിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അങ്ങനെ ഒരു നീതിബോധം ഉള്ളിലുള്ള ഒരാളാണെങ്കിൽ ആ പ്രൊഫഷനിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഉള്ളിൽ ആ നീതിബോധം ഇല്ലാതെ, അല്ലെങ്കിൽ വേറൊരാൾക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണെന്ന് തിരിച്ചറിയാതെ ആ പ്രൊഫഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ശോഭിക്കാൻ പറ്റില്ല. എന്നാൽ ആ നീതിബോധം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നന്നായിട്ട് ശോഭിക്കാനും പറ്റും. ആ നീതിബോധത്തിൻ്റെ കൂടെ കൃത്യമായി കാര്യങ്ങളെ അനലൈസ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും ചിലപ്പോൾ നമ്മൾ ഒരു ക്രൈമിൻ്റെ ഒരു പ്രത്യേകത അറിഞ്ഞൂടെ? ക്രൈം എന്ന് പറയുന്നത് ഹാപ്പനിങ് ആയതിനു ശേഷം നമ്മൾ തിരിച്ചന്വേഷിച്ച് ഒരു റിട്ടേൺ പ്രോസസ്സിൽ അന്വേഷിച്ചിട്ട് നമ്മൾ ക്രൈം കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു മർഡർ നടന്നെന്ന് വിവരം കിട്ടിക്കഴിഞ്ഞാൽ മർഡർ എന്ന് പറയുന്ന സംഭവം ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പം ഈ മർഡർ നടന്നതിൽ നിന്ന് വേണം നമ്മൾ ഇതിൻ്റെ കാരണത്തിലേക്ക് അന്വേഷിച്ച് നമ്മൾ പാസ്റ്റിലേക്കാണ് സഞ്ചരിക്കുന്നത്, ഫ്യൂച്ചറിലേക്കല്ലല്ലോ പോവുക. ഒരു അന്വേഷണം എന്ന് പറയുന്നത് എപ്പോഴും പാസ്റ്റിൽ എന്ത് സംഭവിച്ചു നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ ക്രിമിനൽ ഇനി എന്ത് ചെയ്യും എന്ന് നമുക്ക് കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മൾ അന്വേഷിച്ച് പാസ്റ്റിലേക്ക് പോകണം. ചിലപ്പോൾ ഒരു 10 വർഷം വരെ പുറകിലേക്ക് അന്വേഷിച്ച് പോകേണ്ടി വരും. അപ്പോൾ 10 വർഷം മുമ്പ് ആ എവിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, ആ സാഹചര്യങ്ങൾ തന്നെ മാറിപ്പോയിട്ടുണ്ടാവും. എന്നാലും നമ്മളൊരു ക്രൈമിൽ നിന്ന് അതിൻ്റെ കാരണം, അതിൻ്റെ മോട്ടീവ്, അതാര് ചെയ്തു, എന്ത് ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു, എങ്ങനെ ചെയ്തു, എവിടെ വെച്ച് ചെയ്തു, ഇങ്ങനെ അന്വേഷിച്ച് പോയിട്ടാണ് നമ്മളൊരു ക്രൈം കണ്ടുപിടിക്കുക. അപ്പം ഒരു പ്രസന്റിൽ നടക്കുന്നൊരു ഇൻസിഡൻറ്റിനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ അന്വേഷിച്ച് പുറകിലോട്ട് പോയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം അത്രയും അനലൈസിങ് സ്കില്ല് നമുക്ക് വേണം. ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന പ്രകൃതിയുടെ നിയമത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഒരു മികച്ച അഡ്വക്കേറ്റ് ആകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന കാര്യകാരണ സിദ്ധാന്തം പ്രകൃതിയുടെ 7 നിയമങ്ങളിൽ പ്രധാനപ്പെട്ടൊരു നിയമമാണ് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. അതായത് എല്ലാ കോസിനും ഒരു എഫക്റ്റ് ഉണ്ടാവും, എല്ലാ എഫക്റ്റിനും ഒരു കോസ് ഉണ്ടാവും. അതില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഹാപ്പനിങ് ആവില്ല. അപ്പോൾ ഒരു ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ എഫക്റ്റ് ആദ്യം ഉണ്ടായി, അപ്പോൾ ഇതിൻ്റെ കോസ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് കോസ് കണ്ടെത്തിക്കഴിഞ്ഞാൽ എഫക്റ്റ് എന്തായിരിക്കും എന്ന് കണ്ടെത്താൻ പറ്റും. ആ കോസിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് അവിടെ ഉണ്ടാവും. ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ ആ എഫക്റ്റിന് തുല്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു കോസ് ഉറപ്പായിട്ടും അതിൻ്റെ പാസ്റ്റിലുണ്ടാവും. അപ്പം ആ രീതിയിലുള്ള കാര്യകാരണത്തെ കൃത്യമായി അനലൈസ് ചെയ്ത് ജഡ്ജ് ചെയ്ത് നമുക്ക് കണ്ടെത്താനുള്ള ബ്രെയിൻ ആക്ടിവിറ്റിയും കൂടി നന്നായിട്ടുണ്ടെങ്കിൽ നല്ല ഒരു മികച്ചൊരു ലോയറായിട്ട് നമുക്ക് ഭാവി കെട്ടിപ്പടുത്താൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാറ്റസിന് വേണ്ടി അത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സമൂഹത്തിൽ കുറച്ച് പേരൊക്കെ ഉണ്ടാവും, വക്കീലെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം, ആൾക്കാരൊക്കെ വക്കീൽ, അതേ ഉള്ളൂ. നമ്മൾ കുറച്ച് കാശ് കിട്ടും, കുറേ ക്ലയൻസിനെ കിട്ടും, നമ്മൾ ആ കേസ് വാദിക്കുന്നു, ഫാമിലി കോർട്ടിൽ പോകുന്നു, ക്രിമിനൽ കേസ്, സിവിൽ കേസ്, ഇങ്ങനെ ഓരോ കേസുകളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമെങ്കിലും അതിൻ്റെ ഒരു നീതി അങ്ങനെയല്ല. അതിൻ്റെ നീതി എന്ന് പറയുന്നത് അതിനോട് താല്പര്യവും
മറ്റൊരു മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണെന്നുള്ള തോന്നലിനേക്കാൾ ഉപരി അതൊരു ഉത്തരവാദിത്വമാണെന്ന് തോന്നണം. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ പുറത്തുനിന്ന് തല്ലി, അപ്പൊ ഞാനവിടെ വെറുതെ നിൽക്കുന്ന സമയത്ത് എന്തിനാ തല്ലിയെന്ന് ഞാൻ ചോദിക്കണ്ടേ? ഞാനത് ചോദിക്കാതെ വെറുതെ മാറി നിന്നിട്ട് എന്തോ നടക്കുന്ന അവനെ കണ്ടു കളയാം എന്ന് വിചാരിച്ചെങ്ങനെ ഉണ്ടാവും? അത് കണ്ടുകൊണ്ട് വെക്കുന്ന ആളുടെ നീതിബോധം എന്തായി? അപ്പൊ കണ്ടുകൊണ്ട് വെക്കുന്ന ആളുടെ ജസ്റ്റ് ആൻഡ് ഫെയർ ആളല്ല. ആ കണ്ടുകൊണ്ട് വെക്കുന്ന ഒരാളെപ്പോലത്തെ ആളാണ് നിയമത്തിലേക്ക്, ആ ഫീൽഡിലേക്ക് വരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഒട്ടും നന്നാവില്ല. അപ്പം നമുക്ക് ആരാണ് എന്താണെന്നൊന്നും അറിയാത്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾ പോലും നമ്മുടേതായിട്ട് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ അതൊരു ഉത്തരവാദിത്വമാണെന്ന് തോന്നുന്ന ആൾക്കാർക്കാണ് ആ ഫീൽഡ് ഏറ്റവും നന്നായിട്ട് ശോഭിക്കാൻ പറ്റുക. പക്ഷെ സാധ്യതകൾ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പം പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, എണ്ണം വളരെ കുറവായിരുന്നു കുട്ടികളുടെ. ഇതിപ്പം ലോ കോളേജിൽ എണ്ണം കൂടി, ഒരുപാട് കുട്ടികൾ വർഷാവർഷം ഇറങ്ങുന്നുണ്ട് സനതെടുത്ത്. ഇത്രയും കുട്ടികൾക്കും കേസ് വേണ്ടേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാവരും കേസിന് വേണ്ടി ആഗ്രഹിക്കൂലേ? LLB പഠിച്ചിറങ്ങിയിട്ട് ഒരു കേസ് കിട്ടണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല. പക്ഷെ ശരിക്കും നമ്മൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നത്? ഒരു ക്രൈം ഹാപ്പനിങ് ആവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഡോക്ടറായിട്ട് വിദേശത്തൊക്കെ നല്ല കാശൊക്കെ മുടക്കി പഠിച്ചിട്ട് വരുന്ന ഒരാൾ തിരിച്ചു കൊടുത്തിട്ട് ആഗ്രഹിക്കുന്നത് ഒരു പേഷ്യന്റ് വരണമെന്നല്ലേ? പേഷ്യന്റ് എങ്ങനെ വരുന്ന? അസുഖം ഉണ്ടായാലല്ലേ പേഷ്യന്റ് വരൂ. ലിറ്ററലി ഒരു ഡോക്ടർ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? അസുഖം ഉണ്ടാവണേന്നായിരിക്കും, എന്നാലേ അയാൾക്ക് പണിയുള്ളൂ. അപ്പോൾ ഒരു വക്കീലന്മാരാണ് ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും ഇന്നടുത്ത് കേസ് കിട്ടണേ, ഒരു ക്രിമിനൽ കേസ് കിട്ടിയാൽ നന്നായി, ഒരു റേപ്പായിരുന്നേ കുറച്ച് കാശ് മേടിക്കായിരുന്നു. സത്യമായിട്ടും വക്കീലന്മാർ പിന്നെ വേറെന്താ ആഗ്രഹിക്കുക? പറ, നമ്മുടെ ലോജിക്കൽ ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ തലയിലുള്ള ഒരു ഫിലിമിൽ അഭിനയിക്കുന്ന ആള്. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? എല്ലാ ദിവസവും അഭിനയിക്കാൻ സിനിമ കിട്ടണമെന്നല്ലേ ആഗ്രഹിക്കുക. എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഒരു എഞ്ചിനീയർ, അയാൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ ദിവസവും ബിൽഡിംഗ് പണിയാൻ ആരെങ്കിലും ക്ഷണിക്കണമെന്നായിരിക്കും അയാളുടെ ആഗ്രഹം. എന്ന് പറയുന്ന പോലെയാണ് വക്കീലന്മാർക്ക് കേസ് കിട്ടണമെന്നായിരിക്കും ആഗ്രഹം. ഈ കേസ് എന്ന് പറയുന്നത് എന്താ? ക്രൈമല്ലേ? അപ്പൊ ഒരു ക്രൈം നടക്കട്ടെ എന്ന് തന്നെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ വക്കീലന്മാർ ആഗ്രഹിക്കുന്നത്. അതൊരു സത്യമാണ്.